ഹായ് ഫ്രണ്ട്സ്, വളരെ വ്യത്യസ്തമായിട്ട് മനോഹരമായിട്ടുള്ളൊരു വർക്കാണ്. അത് മിറർ വർക്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യും തോറും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വർക്കാണിത്. സിമ്പിളായിട്ട് നമ്മൾ അതിലൊരു ബൈൻഡ് എടുത്ത് അതിലൊരു ഔട്ട്ലൈൻ നമുക്ക് ഇഷ്ടമുള്ള ഔട്ട്ലൈൻ ചെയ്യാം. ഇത് ഞാൻ ഒരു ദേവീ സങ്കല്പത്തിൽ കൊടുങ്ങല്ലൂർ അമ്മയെ മനസ്സിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദേവതയാണ്. അപ്പം ആ അമ്മയുടെ ഒരു സങ്കല്പത്തിൽ ഞാൻ ഔട്ട്ലൈൻ ഇട്ടതാണ്. അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു ഫേസ് വരച്ച് കണ്ണ്, മൂക്ക്, ചുണ്ട് വരച്ചതിന് ശേഷം ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. കിരീടത്തിനും ഡിസൈൻ ചെയ്ത്, അതുപോലെ തന്നെ ചെവിയുടെ അവിടെ റൗണ്ട് ഷേപ്പിൽ ഡിസൈൻ ചെയ്ത്, സിമ്പിളായിട്ട് ആ ഒരു കഴുത്തിലൊരു അത് ഡിസൈൻ കൊണ്ടുള്ളൊരു ഒരു ഒരു ചെയിൻ പോലെ, അതായത് മാല പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഔട്ട്ലൈൻ. നമുക്ക് വേണമെങ്കിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലവറോ അല്ലെങ്കിൽ വെറുതെ ഒരു ഡിസൈനോ എന്ത് വേണമെങ്കിലും നമുക്കിത് സിമ്പിളായിട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ യെല്ലോ കളർ കൊണ്ട് കളർ ചെയ്തിരിക്കുകയാണ്. ആ യെല്ലോ കളറിൽ ഇനി റെഡ് വെച്ചാണ്, അതായത് യെല്ലോ കളറിൽ റെഡ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി പ്രതിഫലിച്ച് കാണാം ആ ഒരു ഡിസൈൻ. അതിന് വേണ്ടിയിട്ട് റെഡ് കളർ കംപ്ലീറ്റ് ഞാൻ റെഡ് കളർ കൊണ്ട് ഔട്ട്ലൈൻ ഇടുകയാണ്. അത് ഡാർക്കും ലൈറ്റും ഷെയ്ഡിട്ട ഔട്ട്ലൈൻസായിട്ടിരിക്കുന്നത്. അപ്പം ഒരു ഡാർക്ക് ലൈറ്റ് ഷെയ്ഡ് ഇടുമ്പോഴത്തേക്ക് ആ ഒരു യെല്ലോയിൽ ഇപ്പം ആർക്ക് വേണമെങ്കിലും ഒരു ഏത് ഡിസൈനായിട്ടോ ഫ്ലവർ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതായാലും മതി. ഫേസിന് നമുക്ക് ഒരു യു ഷേപ്പ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട്. നമ്മൾ ഏത് ഫേസിന് ഔട്ട്ലൈൻ ഇടുന്നെങ്കിലും യു ഷേപ്പാണ് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട്. കണ്ടില്ലേ, ആ ഡിസൈനാണ്. ആ ചെവി ഭാഗത്ത് ഡിസൈനും ഇട്ട്, മാലയുടെ ഭാഗത്ത് ഔട്ട്ലൈനും ഇട്ട്, ആ കിരീടം കംപ്ലീറ്റ് ഡിസൈനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ആ ബ്ലാക്ക് കൊണ്ടുള്ള ചെറിയ ഡോട്ട്സ് ഇട്ടപ്പം കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടും ഭംഗിയായിട്ട് തോന്നി. അതിന് ചുറ്റും അതും ഡിസൈനായിട്ട് തന്നെ സിമ്പിൾ ഡിസൈൻസാണ്. റൗണ്ട് ഷേപ്പും അതുപോലെ തന്നെ ഗോപി പൊട്ട്, അതായത് ഒരു മുട്ടിൻ്റെ ഒരു ഇലയുടെ ഷേപ്പിൽ ചെറിയ ഔട്ട്ലൈൻ, അത്ര മാത്രമേ ഉള്ളൂ ഇതിൽ. അത് മാത്രമേ ഉള്ളൂ ഈ ഡിസൈൻ എന്ന് പറയുന്നത്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ മാംഗോ ഡിസൈൻ എന്ന് പറയും, അത് ഒരു മാങ്ങയുടെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാകും. ആ ഒരു ഡിസൈനാണ് രണ്ട് സൈഡിലും ചെയ്ത് സിമ്പിളായിട്ടാണ് ആ ഒരു കിരീടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കുക. എനിക്ക് തോന്നിയ ഡിസൈനാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഇനി ആ ഡിസൈനിലെല്ലാം ഞാൻ റെഡ് കളർ ഇട്ട്, പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ട് ഇട്ട്, കണ്ണിൽ ചുണ്ടിൽ റെഡ് ഇട്ട്, വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ആ ഒരു റൗണ്ട് ബൈൻഡ് ഞാനൊരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഒരു ഫേസ് നമുക്ക് ഒരു യു ഷേപ്പ് ഇട്ട് ഫേസ്, കണ്ണും മൂക്കും ചുണ്ടും ആയി കഴിഞ്ഞപ്പം ഈ ഒരു ഡിസൈൻ ആയിക്കഴിഞ്ഞ ഒരു മിറർ ഡിസൈൻ അത്ര എളുപ്പത്തിൽ ചെയ്ത്. പിന്നെ നമുക്ക് ആ ഒരു കിരീടവും അതുപോലെ തന്നെ ചെവിയും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഇഷ്ടാനുസരിച്ച് ചെയ്യാം. വെറും റൗണ്ടാക്കി വേണമെങ്കിലും ഈ ഒരു ഔട്ട്ലൈൻ ഇട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എത്രത്തോളം നമ്മൾ മനോഹരമാക്കി ഒരുപാട് ഡിസൈൻ കൊണ്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ടൊരു അത് അത്രയും ഒരു ഭംഗി വരത്തില്ല. അത്യാവശ്യത്തിന് വേണ്ടുന്ന ഡിസൈൻ മാത്രം ചെയ്ത് നീറ്റാക്കി. ഇനി ഫെവി ബോണ്ട് വെച്ച് ഞാൻ ആ ഒരു മിററിൻ്റെ തന്നെ പല ഷേപ്പിൽ മിറർ കിട്ടും. റൗണ്ടും ഉണ്ട്, ഗോപിപ്പൊട്ടുണ്ട്, സ്ക്വയറുണ്ട്, ഡയമണ്ട് ഷേപ്പുണ്ട്. ഇതെല്ലാം ഒരു പാക്കറ്റിന് 20 രൂപയാണ്. അപ്പം അത് വാങ്ങിച്ചാൽ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള നമുക്ക് കിട്ടും. നമുക്ക് അത് വെച്ച് ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ചെയ്യാം. നല്ല തിളക്കമാർന്ന ഒരു സർഫേസ് തന്നെ നമുക്ക് എനിക്കത് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. സാധാരണ ഇത് ചെയ്ത് നമ്മളിങ്ങനെ കാണുമ്പോഴായിരിക്കും, പക്ഷെ ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണിത്. ഞാനത് വാൾ ഹാങ്ങിങ് ആയിട്ട് യൂസും ചെയ്തിട്ടുണ്ട്, ഏറ്റവും ഫ്രണ്ടിൽ തന്നെ. അപ്പം വരുന്നവർക്ക് കാണത്തക്ക നല്ല തിളക്കം. ഇതിപ്പം രാത്രിയാണെങ്കിൽ നല്ല തിളക്കമായിട്ട് നിൽക്കുന്നുണ്ട്. ലൈറ്റ് ഇട്ടാൽ അതിലും നല്ല തിളക്കത്തോടെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും ഭംഗിയുള്ളതുമായിട്ടുള്ളൊരു മിറർ